എരുമേലിയിൽ കിണർ വൃത്തിയാക്കാനിറങ്ങിയ 2 പേർക്ക് ദാരുണാന്ത്യം. എരുമേലി സ്വദേശികളായ അനീഷ്, ബിജു എന്നിവരാണ് മരിച്ചത്. ആദ്യം കിണറ്റിൽ ഇറങ്ങിയയാൾക്ക് ഓക്സിജൻ ലഭിക്കാതെ വന്നതോടെ രണ്ടാമത്തെയാളെയും കിണറ്റിലിറങ്ങുകയായിരുന്നു. അപ്പോഴാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, വിശദാംശങ്ങൾ. സമയം മുമ്പായിരുന്നു ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത്. 2 തൊഴിലാളികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കിണർ തേകാൻ ഇറങ്ങുന്നതിനിടയിലാണ് 2 പേർക്കും ജീവൻ നഷ്ടപ്പെടുകയുണ്ടായത്. എരുമേലിയിലെ ടൗണിൽ തന്നെയുള്ള ഒരു കിണർ അത് തേകുന്നതിന് വേണ്ടിയിട്ട് ഒരു തൊഴിലാളി ഇറങ്ങുകയായിരുന്നു ആദ്യം. തുടർന്ന് അദ്ദേഹത്തിന് ആ കിണറ്റിനടിയിൽ വെച്ച് ഓക്സിജൻ ലഭിക്കാതെ വന്നതോടുകൂടി ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ഇതിനെ തുടർന്ന് രണ്ടാമതുള്ള ഒരാൾ കൂടി ഇറങ്ങിയപ്പോൾ അയാൾക്കും സമാനമായ അവസ്ഥ തന്നെ ഉണ്ടായിട്ട് 2 പേരുടെയും ജീവൻ കിണറ്റിനടിയിൽ വെച്ച് തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എരുമേലി സ്വദേശികളായിട്ടുള്ള അനീഷ്, ബിജു എന്നിവരാണ് കിണറ്റിനടിയിൽ വെച്ച് ഇത്തരത്തിൽ ഓക്സിജൻ ലഭിക്കാതെ ജീവൻ നഷ്ടമാവുകയുണ്ടായത്. തുടർന്ന് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്നുകൊണ്ടാണ് 2 പേരെയും കരയ്ക്കെത്തിച്ചത്. പക്ഷേ അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ഇവരെ എരുമേലിയിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇവരുടെ മൃതദേഹങ്ങൾ മാറ്റിയിരിക്കുകയാണ്. കൂടുതൽ നടപടികൾ, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്കായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ കൊണ്ടുവരുമെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും വീട്ടുകാർക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നുണ്ടാവുക. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത്.